എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ശ്രീ പിണറായി വിജയന്റെ വീട്ടിലും മറ്റും നടന്ന റെയ്ഡ് ഒരിക്കൽ കൂടി ഡിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ സംവാദങ്ങൾക്ക് കേരളത്തിൽ വേദിയൊരുങ്ങിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശ്രീ പിണറായി വിജയനെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്യാൻ ശ്രമിക്കാതിരിക്കാൻ കാരണം ശ്രീ പിണറായി വിജയനും മോദി സർക്കാരും തമ്മിലുള്ള ചില ഡീലുകളാണെന്നുള്ള ആരോപണം കേരളത്തിൽ ശക്തമായി ഉയർത്തിയത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നു. ശ്രീ പിണറായി വിജയൻ പടിയിറങ്ങിയതിനു ശേഷം ഡി റെയ്ഡ് നടത്താൻ തീരുമാനിക്കുമ്പോൾ ഇനി പിണറായി വിജയനെ കൊണ്ട് അത്രയൊന്നും ഗുണം തങ്ങൾക്ക് ലഭിക്കില്ല എന്ന തോന്നൽ കൊണ്ടാണോ, അതോ മുഖ്യമന്ത്രി പടി ഇറങ്ങിയ ശ്രീ പിണറായി വിജയനെ ഡിക്ക് കൂടുതൽ എളുപ്പത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയും എന്നതുകൊണ്ടാണോ ഇപ്പോൾ ഡിയുടെ അന്വേഷണം ഈ രീതിയിലേക്ക് വന്നത് നമുക്ക് പറയാൻ കഴിയുകയില്ല. എന്നാൽ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ നോക്കൂ. ശ്രീ പിണറായി വിജയന്റെയും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ നിലനിൽക്കുന്ന വീടുകളിലുമൊക്കെ ഡി നേരിട്ട് വന്ന് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും മറ്റും ശേഖരിക്കാൻ ശ്രമിക്കുമ്പോൾ നിലവിൽ ഇത്തരം വിവരങ്ങൾ റിസർവ് ബാങ്ക് വഴിയോ മറ്റ് സംവിധാനങ്ങൾ വഴിയോ വളരെ എളുപ്പത്തിൽ ഡിക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്ന് നമ്മുടെ സാധാരണ ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, സാമ്പത്തിക കുറ്റം ചെയ്ത ആളുകൾ ഒരുപക്ഷെ അവർ വ്യക്തിപരമായും ഗ്രൂപ്പുമായും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സ്വന്തം വീട്ടിൽ സൂക്ഷിക്കും എന്ന് ഒരു സാധാരണക്കാരന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് നടത്തിയിട്ടുള്ള ഈ റെയ്ഡിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമാണോ എന്ന് സംശയിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, നോക്കൂ, സംസ്ഥാനത്ത് ഡി റെയ്ഡിന് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും കേരള പോലീസുമായി പങ്കുവെക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഡിക്ക് കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ ഒരു വിശ്വാസവുമില്ല എന്നുകൂടി നമ്മൾ സംശയിക്കണം. അതിനുമപ്പുറം ഡിയുടെ ആളുകൾ ശ്രീ പിണറായി വിജയനെ പോലെ ജനങ്ങളിടയിൽ വളരെ വൈകാരിക ബന്ധമുള്ള വീട്ടുകളിലേക്ക് എത്തുമ്പോൾ അതിനു വേണ്ട സുരക്ഷിതത്വം തങ്ങൾക്ക് ലഭിക്കണമെന്ന് ഡി ഉദ്യോഗസ്ഥന്മാർ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഡി തന്നെ സൃഷ്ടിച്ച ഒരു നാടകമാണോ എന്ന് ആർക്കും സംശയമുണ്ടാകും.